കോൺഗ്രസിനെതിരെ പരിഹാസവുമായി CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കോൺഗ്രസിൽ ഇപ്പോഴുള്ള കലാപം മുഖ്യമന്ത്രിയാകാനാണെന്നും 5 ആളുകളാണ് ഇതിനായി നോക്കിയിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് CPM-ഉം കോൺഗ്രസും ചേർന്ന് വലിയ അഴിമതി നടത്തുന്നുവെന്നാണ്. CPM മന്ത്രിമാരോ നേതാക്കളോ നടത്തിയ അഴിമതി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. നിങ്ങൾ ആരെയാ തീരുമാനിച്ചാലും കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് CPM-ന് എന്താ പ്രശ്നം? എന്നോട് ഇന്ന് രാവിലെ പത്രക്കാർ ചോദിച്ചു, അല്ല ഇങ്ങനെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് കുഴപ്പമാണ്. ഇത് പ്രസിഡന്റ് ആവാനുള്ള കുഴപ്പമല്ല, ഇത് മുഖ്യമന്ത്രി ആവാനുള്ള കുഴപ്പമാണ്. 5 എണ്ണം ഉണ്ട് മുഖ്യമന്ത്രിയാവാൻ കേട്ടാ. അതോടുകൂടി ഉറപ്പല്ലേ, ഞണ്ടിൻ്റെ സൈസാ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കും, തീരൂല. 5 ആൾ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചത് സമരം നടത്തിയാൽ എവിടെയാണ് രക്ഷപ്പെടുക? അപ്പോൾ അതിനിടയിൽ പ്രസിഡന്റും പോവും, അതുപോലെ തന്നെ കോൺഗ്രസും പോവും. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ മനോരമയും മാതൃഭൂമിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ടുവരിക. എവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇവർക്കൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയില്ല. കാരണം നാഷണൽ ഹൈവേ 66 വേണ്ട എന്ന് പറഞ്ഞ നിങ്ങളുടെ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും? ആ റോഡ് കാണുന്ന ആൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിത്രം പൊതുവെ പരിശോധിച്ച് നോക്കിയാൽ ഈ വലിയ മുതലാളിമാരൊന്നും പാർട്ടി നേതൃത്വത്തിലില്ല, ഇവിടെ കേരളത്തിൽ എഴുതിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. വലിയ കോർപ്പറേറ്റാണ്. കർണാടകത്തെ ആ സാമ്രാജ്യം മുഴുവൻ. കേരളത്തിൽ ചില പേരുകളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു പ്രസംഗം, അതേ കർണാടകത്തിൽ നിന്ന് വന്നിരിക്കുക ഈ കേരളത്തിലേക്ക്. ഈ കേരളത്തിൻ്റെ പാരമ്പര്യം എന്താണ്, ചരിത്രം എന്താണ്, അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു പ്രസംഗം കൊണ്ട് നടത്തുക. എന്താ പ്രസംഗിച്ച് പറഞ്ഞറിയോ? കോൺഗ്രസും CPM-ഉം ഒരേപോലെ അഴിമതിക്കാരാണ് എന്നാണ്. ഞാനിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് രാവിലെ ആ പത്രം വായിച്ചതിന് ശേഷം. ധൈര്യം ഉണ്ടെങ്കിൽ പറ, CPIM-ൻ്റെ മന്ത്രിമാരോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മന്ത്രിമാരോ CPIM-ൻ്റെ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തി ഇതാ അഴിമതി എന്ന് നിങ്ങൾ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ രാവിലെ വന്നത്. ആലപ്പുഴയിൽ